ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെയും കുറിച്ച് ആദം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ആദം അവകൾക്ക് പേര് നൽകിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആദമിന് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചിരുന്നു. യഹോവയാം ദൈവം ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും കൂട്ടിവരുത്തി ആദം അവർക്ക് പേര് നൽകി. എങ്ങനെയായിരിക്കും ആദം ജീവജാലങ്ങൾക്ക് പേര് നൽകിയത്? മോളെ ലില്ലിക്കുട്ടി ഇവിടെ വരൂ, അല്ലെങ്കിൽ മോനെ തോമസ് കുട്ടി ഇവിടെ വരൂ എന്നിങ്ങനെയായിരുന്നു? ഒരിക്കലുമല്ല. ഉദാഹരണം, ഒരു വലിയ മൃഗം ആദമിൻ്റെ മുമ്പിൽ വരുന്നതായി സങ്കല്പിക്കുക. ആദം അതിനെ നോക്കി മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ആദം മൃഗങ്ങളെയും കുറിച്ച് മുന്നമേ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ അവകളെ മനസ്സിലാക്കിയിട്ടായിരിക്കണം പേരുകളിട്ടിരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ ആന എന്ന് വിളിക്കുന്ന മൃഗം അതിൻ്റെ ഇംഗ്ലീഷ് എലിഫൻ്റ് എന്നാണ്. ആ വാക്ക് എലിഫാസ് എന്നുള്ള ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ആ വാക്കിൻ്റെ അർത്ഥം ഐവറി അല്ലെങ്കിൽ ആനക്കൊമ്പ്, ഗജദന്തം എന്നാണ്. പിന്നീട് എലിഫാസ് എന്ന വാക്ക് ലാറ്റിനിലോട്ടും മറ്റ് പടിഞ്ഞാറൻ യൂറോപ്യൻ ഭാഷകളിലേക്കും പരന്നു. ഒരുപക്ഷെ ആദം ഇതുപോലെ ഓരോ മൃഗങ്ങളുടെയും പ്രത്യേകതകൾ മനസ്സിലായിട്ടായിരിക്കണം അനുയോജ്യമായ പേരുകൾ നൽകിയത്.